ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. 35 square is equal to 1225. യൂസിങ് ദിസ് കാൽക്കുലേറ്റ് ദ സ്ക്വയർ ഓഫ് 36. ഇങ്ങനെ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് 35ൻ്റെ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 35ൻ്റെ സ്ക്വയറാണ് ഈ 1225 എന്ന് പറയുന്നത്. അപ്പോൾ 36ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി 35നോട് 1 കൂട്ടിയതാണ് 36 എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് 1ൻ്റെ സ്ക്വയർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതേപോലെ 35 പ്ലസ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കും? 35 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 35 പ്ലസ് 1. ഈ 35ൻ്റെ സ്ക്വയർ നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ. 1225 ആണ്. പ്ലസ് 2 ഇൻറ്റു 35 എത്രയാണ്? 35ന് നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 70 എന്ന് കിട്ടും. സോ 70 പ്ലസ് 1 ഇതങ്ങ് കൂട്ടി നോക്കിയാൽ മതി. 1225 പ്ലസ് 70 പ്ലസ് 1 6 7 2 9 2 1296 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് 33 എന്ന് ചോദിക്കുന്നുണ്ട്. 33 അടുത്തതായിട്ട് ചോദിക്കുന്നത് 33യുടെ സ്ക്വയറാണ്. 33യുടെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 35ൽ നിന്നും 2 മൈനസ് ചെയ്യുന്നതല്ലേ അല്ലേ. 35ൽ നിന്ന് 2 മൈനസ് ചെയ്യുന്നതാണ്. സ്ക്വയർ ഇസ് ഈക്വൽ. ആദ്യം നമ്മൾ എന്ത് കണ്ടാൽ മതി? 35 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ അല്ലേ. 35 മൈനസ് പ്ലസ് 2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 35 ഇൻറ്റു 2. ഇത് നമ്മൾ ചെയ്താൽ 35ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 1225 തന്നിട്ടുണ്ട്. പ്ലസ് 4 മൈനസ് 2 ഇൻറ്റു 35 70 70 ഇൻറ്റു 2 140 എന്ന് ചെയ്യാം. 125ഉം 4 എത്രയാണ്? 1225 4 1229 വരിക. മൈനസ് 140 ഇത് ചെയ്താൽ നമുക്കിവിടെ ആൻസർ കിട്ടും. 1229ൽ നിന്നും 140നെ മൈനസ് ചെയ്യണം. അപ്പോൾ 9 12ൽ നിന്നും 4 പോയാൽ എത്രയാണ്? 8 ആണ് അല്ലേ. യെസ് 0 0. അപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നു. ഇവിടെ 0 അല്ല 1 ആണല്ലേ വരുന്നത്. യെസ് 1 വരുന്നത്. സോ 1089 എന്നാണ് നമ്മുടെ ആൻസർ. ഓക്കെ സെറ്റ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സി ദ ഗിവൺ പാറ്റേൺ. ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ എന്നാണ് പറയുന്നത്. 3 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ആണെന്ന് കൊടുത്തു. 5 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ആണ്. 7 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ 2 കൂടി പോവാണ് അല്ലേ. ഇനി എത്രയായിരിക്കും? 9 ആയിരിക്കും. 9 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇവിടെ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അതേപോലെ 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് വരും. ഓക്കെ. അപ്പോൾ അത് നമുക്ക് കിട്ടി. 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് കിട്ടും. 9 ഇസ് ഈക്വൽ 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. ഇനി റൈറ്റ് 15 ആസ് ദ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇൻ 2 ഡിഫറെൻറ്റ് വേയ്സ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിനൊരു കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടാക്കണം, ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ 3 എടുത്ത സമയത്ത് നമുക്കറിയാം. അപ്പോൾ 1 എക്സ് ഈക്വൽ ടു 1 ആയിട്ട് നമ്മൾ എടുക്കാം. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് 1 അല്ലേ. അത് 2 ആയിട്ട്. അപ്പോൾ എക്സ് പ്ലസ് 1 2 ആയിട്ട്. അപ്പോൾ എന്ത് കിട്ടും? എക്സ് പ്ലസ് 3 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ തരുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് 15 ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കുട്ടികളും ഇത് കണ്ടുപിടിക്കാറുള്ളത്. അപ്പോൾ 9 എന്ന് എഴുതി. ഇനി അടുത്തത് വരുന്നത് എത്രയാണ്? 11 ആണ്. പിന്നെ 13 വരുന്നു. പിന്നെ 15 വരുന്നു അല്ലേ. ആ ഒരു രീതിയിലായിരിക്കും കണ്ടുപിടിക്കും. ഇപ്പോൾ ഇവിടെ 3, ഇവിടെ 4 5 6 7, ഇവിടെ 7 ആണ് വരുന്നത് അല്ലേ. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് 15 സമം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം നമ്മുടെ ഈ ഒരു സ്ഥാനത്ത് 7 സ്ക്വയർ എന്ന് വരും. 7 സ്ക്വയർ മൈനസ് പിന്നെയോ
പിന്നെന്താ വരുന്നത്? ഇപ്പോൾ എല്ലാറ്റിനും 1 2 2 3 3 4 അങ്ങനെ. അപ്പോൾ 7 സ്ക്വയർ. അപ്പോൾ 6 സ്ക്വയർ 7 സ്ക്വയർ മൈനസ് യെസ് അങ്ങനെയല്ല അല്ലേ? അതായത് 9 ആകുമ്പോൾ ഇപ്പോൾ 2 3 4 9 ആകുമ്പോൾ ഇവിടെ 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് വരും. ഇവിടെ 6 വരും, ഇവിടെ 7 വരും, ഇവിടെ 8 വരും അല്ലേ? 8 യെസ് 8 വരുന്നത്. അപ്പോൾ ഇവിടെ 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ എന്ന് വരും അല്ലേ? അപ്പോൾ 15 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 8 സ്ക്വയർ, 8ൻ്റെ വർഗ്ഗത്തിൽ നിന്നും 7ൻ്റെ വർഗ്ഗം കുറച്ചത് എന്ന രീതിയിൽ നമുക്കിതിനെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ വലിയ സംഖ്യകളൊക്കെ വരുമ്പോഴേ നമുക്കതിന് ഒരു സമവാക്യം കൊടുത്തിട്ട് ഇത് ഏത് രീതിയിലാണ് ഏത് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മെഷർ ഓഫ് 1 ഔട്ടർ ആംഗിൾ ഓഫ് എ റെഗുലർ പെൻറ്റഗൺ? അപ്പോൾ നമ്മൾ ഈ റെഗുലർ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ അതിന് 5 സൈഡാണ് അല്ലേ? യെസ്, ഒരു പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെ ഇരിക്കും. ഇനി മെഷർ ഓഫ് 1 ഔട്ടർ ആംഗിൾ ഓഫ് റെഗുലർ പെൻറ്റഗൺ എന്നാണ് പറയുന്നത്. നമുക്കൊരു പെൻറ്റഗണിൻ്റെ സമ്മ് എത്രയാണെന്ന് അറിയാം. ആ സമ്മിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഇന്നർ ആംഗിളായിട്ട് കാണില്ല. അതായത് സമ്മിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. അതിൽ നിന്നും 180 മൈനസ് എന്ന് നമുക്ക് ചെയ്താൽ മതി. അത് നമുക്കൊരു മെത്തേഡാണ്. അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലേ? 360 അതാണ് ഔട്ടർ ആംഗിളിൻ്റെ സമ്മെന്ന് പറഞ്ഞാൽ 360 അപ്പോൾ വൺ ഔട്ടർ ആംഗിൾ മാത്രമേ ചോദിച്ചുള്ളൂ അല്ലേ? ഓക്കെ, സോറി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്താൽ മതി. 360/n 360 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഔട്ടർ ആംഗിളാണ്. അപ്പോൾ 360/n എന്ന് പറയുമ്പോൾ ബൈ 5 എന്ന് വരും. സോ 72 ഡിഗ്രിയാണ് അതിൻ്റെ ഔട്ടർ ആംഗിൾ വരുന്നത്. പിന്നെയുള്ളത് വരയ്ക്കാനാണ്. നമ്മൾ അതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Some numbers are given to calculate the square of two-digit numbers in a particular method. അപ്പോൾ നമുക്ക് ഇതിലുള്ള ABC എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ 2 0 ഉണ്ട് അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ 2 0 ഉള്ളത് കൊണ്ട് നമുക്കിവിടെ എയുടെ സ്ഥാനത്ത് ഒരു 0 എന്തായാലും വരും. പിന്നെയോ 16 അപ്പോൾ 16 ഏതിൻ്റെ സ്ക്വയറാണ്? 4ൻ്റെ സ്ക്വയറാണ് അല്ലേ? അപ്പോൾ 40 ആയിരിക്കും രണ്ടിടത്തും വരുന്നത്. ഇനി നമുക്കിവിടെ 36 തന്നിട്ടുണ്ട്. അപ്പോൾ 36 ഏതിൻ്റെ സ്ക്വയറാണ്? നമുക്ക് 6ൻ്റെ സ്ക്വയറാണ് 36 അല്ലേ? 6ഉം ഇവിടെയും അതായിരിക്കും വരും. ഇവിടെ 40 വന്നു, ഇവിടെയും 40 വരുന്നത്. 6 6 36. ഇനി സിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്താൽ മതി? സിയുടെ സ്ഥാനത്ത് ഇത് തമ്മിൽ ഗുണിക്കുക. 40 × 6 എത്രയാണ്? 240 എന്ന് കിട്ടും. 240 സിയും ഡിയും 240 വരുന്നത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ദ സ്ക്വയർ ഓഫ് വിച്ച് നമ്പർ ഈസ് കാൽക്കുലേറ്റഡ്? അപ്പോൾ ഏത് നമ്പറാണ് കാൽക്കുലേറ്റ് ചെയ്തത്? സ്ക്വയർ ഓഫ് രണ്ടാമത്തെ വരുന്നത് 46ൻ്റെ സ്ക്വയറാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് തമ്മിൽ കൂട്ടിയാൽ മതി. വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ദിസ് നമ്പർ? ഈ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ 1600ഉം അതേപോലെ തന്നെ 240 ലാസ്റ്റുള്ള 36 ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടി നോക്കിയാൽ മതി. 6 പിന്നെയോ 11 1 ശിഷ്ടം 11 വീണ്ടും 1 ശിഷ്ടം 2 2116 എന്നാണ് ഇതിൻ്റെ സ്ക്വയർ നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.